അടങ്ങാതെ ബ്രൂവറി വിവാദം. പാലക്കാട് എലപ്പുള്ളിയിലെ വൻ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കാണ് ആദ്യം. മദ്യനിർമ്മാണശാലയ്ക്ക് NOC നേടിയത് ജല അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി നേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മൾ കിൻഫ്രയ്ക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 MLD പ്ലാന്റ് അവിടെ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിന്ന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കാമെന്ന് നമ്മൾ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. ഇതിലേക്ക് സർക്കാരിന് ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഡയറക്ഷനായിട്ട് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കാനെത്തിയ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ CPI പ്രാദേശിക ഘടകം പദ്ധതിയിൽ എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുകയാണ് പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് ഈവനിംഗ്. അവിചാരിതമായി വീണുകിട്ടിയ ഒരു ആയുധം അത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നു. ഇപ്പോൾ ആ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള ഒരു പരാമർശമല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്ന് വന്നത്. മാത്രവുമല്ല, ഭരണകക്ഷിയുടെ ഭാഗമായ CPI കൂടി ഇതിൽ കക്ഷി ചേരാൻ ഒരുങ്ങുന്നുവെന്ന സൂചനയുമുണ്ടല്ലോ. തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആസന്നമായിരിക്കെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായൊരു വടി തന്നെയായിട്ടാണ് ഇപ്പോൾ ഈ മദ്യനിർമ്മാണശാല വിവാദം രൂപപ്പെടുന്നത്. അതും പാലക്കാട് എലപ്പുള്ളിയിൽ എന്ന് പറയുമ്പോൾ വലിയ ജലക്ഷാമമടക്കം നേരിടുന്ന ജില്ലാ മേഖല, മഴ കുറഞ്ഞ ഇടം, അത്തരത്തിലുള്ളൊരിടത്ത് ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭരണകക്ഷിയിലെ CPI തന്നെ മനസ്സിലാക്കുന്നു. പ്രാദേശിക ഘടകം ഇതിനോടകം തന്നെ ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധവും വിമർശനവുമായി രംഗത്തെത്തുകയുമാണ്. അതിനിടെയാണ് ഈ കമ്പനി ഒയാസിസ് എന്ന കമ്പനി അവിടെ NOC തേടിയത് പോലും ജല അതോറിറ്റിയെ കബളിപ്പിച്ചുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഓയിൽ കമ്പനിയുമായുള്ള ഒരു ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒയാസിസ് കമ്പനി തങ്ങളിൽ നിന്ന് NOC തേടിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി ഈ മദ്യ കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കരാർ ഉണ്ടായിരുന്നത് കിൻഫ്രയ്ക്ക് വെള്ളം ഇതിനോടകം തന്നെ നൽകാൻ കരാറായിട്ടുണ്ട്. അതിൽ കിൻഫ്രയ്ക്ക് കൂടി താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നൽകാമെന്ന ഏറ്റവും വെള്ളത്തിൽ നിന്നൊരു പങ്ക് നൽകാമെന്നാണ് ഈ ഒയാസിസ് കമ്പനിയോട് അറിയിച്ചത്. അതും മദ്യം നിർമ്മിക്കാനല്ല. തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കിൻഫ്രയുടെ അനുമതിയോടുകൂടി അവർക്ക് നൽകിയിട്ടുള്ള വെള്ളത്തിൽ നിന്നൊരു ഭാഗം എടുക്കാമെന്നാണ് തങ്ങൾ പറഞ്ഞിരുന്നത്. നിലവിൽ മദ്യനിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളം ജില്ലയിൽ ഇല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കമ്പനിയുമായി നിരവധി പരാതികൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നും ആ പരാതികൾ സർക്കാരിന് കൈമാറുമെന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇതോടൊപ്പം തന്നെ CPI ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തുകയാണ്. ജനങ്ങളുടെ ആശങ്കകൾ, അവർക്കുള്ള പരാതികൾ അത് കാണാതെ, അത് കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ചെന്താമരാക്ഷൻ ഇന്ന് രാവിലെ 24-നോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഭരണകക്ഷിയിൽ നിന്ന് അതേസമയം ഇന്നിപ്പോൾ MV ഗോവിന്ദൻ അടക്കം അതിനെ അനുകൂലിച്ചുകൊണ്ട് സർക്കാർ നിലപാടിനെ, സർക്കാർ നടപടിയെ, അനുമതി നൽകിയിട്ടുള്ള നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഒരു വലിയ മഴവെള്ള സംഭരണി ഉണ്ടാക്കി അതിൽ നിന്നാണ് ഈ ബ്രൂവറിക്ക് വേണ്ടി, മദ്യനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ജലം കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിനെതിരെ ഇതിനോടകം തന്നെ വിമർശനങ്ങളും പുറത്തു വരുന്നുണ്ട്. മന്ത്രി MP രാജേഷും ഇന്ന് അതിനെ പിന്തുണച്ചുകൊണ്ടാണ്, അതായത് എന്തുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചില്ല എന്നാണ് MP രാജേഷ് ചോദിച്ചത്. എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി ഈ സംഭവം മാറുന്നു. ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ നടപടി മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിഖിൽ, ഈ കമ്പനിക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉള്ളതാണ്. കരിമ്പട്ടികയിൽപ്പെട്ടതാണ്, തമിഴ്നാട്ടിൽ അടച്ചുപൂട്ടിയ കമ്പനിയാണ്. അതാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം വരുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഔദ്യോഗിക എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ?
അനുജ, ഇന്നാണിപ്പോൾ വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, ആദ്യമായ ഒരു പ്രതികരണം നടത്തുന്നത്. ആ പ്രതികരണത്തിൽ ഇപ്പോൾ വ്യക്തമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഏത് സാഹചര്യത്തിലാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട്, ഇത്രയധികം ചൂടും ജലക്ഷാമവും കർഷകർ തന്നെ വെള്ളം കിട്ടാതെ പ്രയാസത്തിലാകുന്ന ജില്ലയിൽ എങ്ങനെ ഇതിന് അനുമതി ലഭിച്ചു, NOC ലഭിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടും. അതിൽ തന്നെ ഇപ്പോൾ വ്യക്തമാകുന്ന ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ വാട്ടർ അതോറിറ്റി ഇതിന് NOC നൽകി എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാണ്. അവരോട് പറഞ്ഞത് ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിൽ നിന്ന് ഈ NOC വാങ്ങിയത്. അതും മദ്യനിർമ്മാണത്തിനല്ല അവർ വെള്ളം നൽകാമെന്ന് അറിയിച്ചത്. അവർ അറിയിച്ചത് ഇത്തരത്തിൽ കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ ഒരു പങ്ക്, അവർക്ക് എന്തായാലും ഒരു വെള്ളം നൽകാനുള്ള കരാറായിട്ടുണ്ട്. ഇതുവരെ കിൻഫ്രയിലേക്ക് വെള്ളം എത്തിച്ചു തുടങ്ങിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് നൽകാമെന്ന് ഏറ്റ വെള്ളത്തിന്റെ ഒരു പങ്ക് നൽകാമെന്നാണ് തങ്ങൾ അറിയിച്ചിരുന്നത്. അല്ലാതെ മദ്യനിർമ്മാണത്തിന് നൽകാൻ പാലക്കാട് വെള്ളമില്ല എന്ന് തന്നെയാണ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് പല മേഖലകളിലും കർഷകർക്ക് പോലും മതിയായ രീതിയിലുള്ള വെള്ളം മലമ്പുഴ കനാലിൽ നിന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് അവർ പ്രതിസന്ധിയിലാകുന്ന, അവരുടെ കൃഷി തന്നെ നശിച്ചു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെ ഇത്തരത്തിൽ ഈ മദ്യനിർമ്മാണത്തിന് വേണ്ടി കൂടി വെള്ളം എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. ഇനി ഭൂഗർഭ ജലത്തെയാണ് ആശ്രയിക്കാൻ പോകുന്നതെങ്കിൽ അതൊരു പക്ഷേ ഈ താഴ്ന്ന മേഖലകളെ അടക്കം കൂടുതൽ പ്രതിസന്ധിയിലാക്കും, അവിടുത്തെ ജനവാസ മേഖലകളെ അടക്കം പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൊക്കക്കോളയെ ഈ നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിച്ചത് ആ സാഹചര്യത്തിൽ കൂടിയാണ്. ഇപ്പോൾ BJP അടക്കം വിമർശനം ഉന്നയിക്കും അത് തന്നെയാണ്. കൊക്കക്കോളയെ കെട്ടിച്ച് രമേശ് ചെന്നിത്തല അടക്കം ഇന്ന് പറഞ്ഞത് അതാണ്. കൊക്കക്കോളയെ കെട്ടിച്ച് നാട്ടിലേക്ക് തന്നെ മറ്റൊരു വൻ വ്യവസായത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് CPM. ഇതിലൂടെ വലിയ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടായിരിക്കുന്നു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചു പോരുന്നത്. അനുജ, അതെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ ഉന്നയിച്ചത് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒയാസീസ് ആണ് CPIM-ന് വേണ്ടി പണം മുടക്കിയത് എന്നുള്ള ഗുരുതര ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. MP രാജേഷ് പണം കൈപ്പറ്റിയിട്ടുണ്ട്, ആ പണം തിരികെ നൽകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഏതായാലും നിയമസഭയിൽ ഇതെല്ലാം നേരിടുമെന്നുള്ളതാണ് സർക്കാരിന്റെ ഇതിനുള്ള മറുപടി. ആരോപണങ്ങൾ അങ്ങനെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ജലക്ഷാമം അത് പാലക്കാട് പ്രത്യേകിച്ച് ഈ വേനൽക്കാലം അടുത്ത് വരുമ്പോൾ അത് എത്രത്തോളം വലുതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് നമ്മളായി പറയേണ്ടതില്ല. അത് ഇതിനോടകം തന്നെ നേതാക്കൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്ലാന്റുമായി അവിടെ എത്തുന്നത്. അത് മാത്രമല്ല, ഈവൻ പൊതുജനങ്ങൾക്ക് പോലും, അതായത് സാധാരണ ഒരുപാട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് പോലും ദഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ്.